ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നു പീനട്ട് ബട്ടറാണ്. ആ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ ഏറ്റവും ഫസ്റ്റ് വേണം 1 kg ഇത് കപ്പലണ്ടിയാണ്. ആ കപ്പലണ്ടി നന്നായിട്ട് വൃത്തിയാക്കി നോക്കണം. ഇത് പൊടിയുണ്ട് മണ്ണുണ്ട് നോക്കണം. അതിനുശേഷം ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കണം. ബാക്കിയുണ്ട് കപ്പലണ്ടി കുറച്ച് ഇട്ട് അടുക്കി പടുക്കി ഫ്രൈ ചെയ്യണം. അവിടെ എണ്ണ ഒന്നും വേണ്ട, ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ശരിക്കും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിനകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ കപ്പലണ്ടി വറുത്തിട്ടുണ്ട്. ആ പാത്രം ചെറുതായിട്ട് ഞാൻ വേറെ ചീനച്ചട്ടിക്കകത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ കപ്പലണ്ടി വറുത്ത ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഫ്ലെയിം ഓഫാക്കി ഇടയ്ക്ക് മിക്സ് ചെയ്യാം. ഓൾറെഡി ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അത് പതുക്കെ ഓട്ടോമാറ്റിക്കലി വറുത്തായിക്കോളാം. അതിനുശേഷം ഒരു പാത്രത്തിനകത്ത് മാറ്റി വെക്കാം. നമ്മൾ ന്യൂസ് പേപ്പറിനകത്ത് വെച്ചിട്ടുണ്ട്. ശരി, സ്പ്രെഡായിട്ട് വെക്കണം. പെട്ടെന്ന് തണുപ്പായിക്കോട്ടെ. ആയിക്കഴിഞ്ഞ് നമ്മൾ ഈ തുണി കവർ മൊത്തം എടുക്കണം. ഇതുപോലെ വൃത്തിയാക്കി വെക്കണം. എൻ്റെ കപ്പലണ്ടി കുറച്ച് കൂടുതൽ കറുത്തായിട്ടുണ്ട്. അത് സാരമില്ല. ഇപ്പം നമ്മൾ മിക്സിനകത്ത് ഇട്ടിട്ട് ഇത് പൊടിക്കണം. കുറച്ച് ഇട്ട് പൊടിച്ചെന്നല്ല. ഇതിനകത്തൊന്നും മിക്സ് ചെയ്യണ്ട. കപ്പലണ്ടി വറുത്ത മാത്രം മിക്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് തേന് മിക്സ് ചെയ്യാം, ഹണി. നമ്മൾ പൊടിച്ചിട്ട് ഇപ്പം നോക്കാം, ഇത്ര ആയിട്ടുണ്ട്. ഇത് കുറച്ച് പൊടിക്കണമായിരിക്കും. ഇത് ഇച്ചിരി അത്രയും സോഫ്റ്റ് ആയില്ല, ലിക്വിഡ് ആയില്ല. ഒരു പ്രാവശ്യം മിക്സിനകത്ത് പിന്നെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ജാറിനകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാം. നമ്മൾ 1 kg കപ്പലണ്ടിനകത്ത് 1 kg നമ്മൾ പീനട്ട് ബട്ടർ കിട്ടും. ഈ ആണെങ്കിൽ ഹെൽത്തി ആണോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കി വൃത്തിയുണ്ടോ, നമുക്ക് പിള്ളേരിന് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് സമയം കാണത്തില്ല, സ്കൂൾ പോകാൻ പിള്ളേർക്ക്. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി ബ്രെഡിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആണോ, പിള്ളേർ ഇഷ്ടം ആയിക്കോളാം. നമ്മൾ കപ്പലണ്ടി കഴിക്കാൻ കുറേ സമയത്ത് പിള്ളേർ കേൾക്കത്തില്ലല്ലോ, കഴിക്കുകയും ചെയ്യത്തില്ല. ഈ പാത്രം എത്ര ആയിട്ടുണ്ട്. എൻ്റെ വേറെ ജാറില്ലായിരുന്നു, അത് ഞാൻ സ്റ്റീൽ പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുപ്പി ഒരു ഫുള്ളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ബ്ലോഗിനകത്ത് കാണാം. ബൈ.